ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വല്യമ്മയുടെ വീട്ടിലാണല്ലോ. അപ്പോൾ എന്തായാലും വെക്കേഷൻ തീർന്നു, ക്ലാസ് തുടങ്ങിയിട്ടില്ല, ഇനിയിപ്പോൾ എക്സാമിന് പോയാൽ മതി പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വീട്ടിൽ പോകുമെന്ന് വിചാരിക്കട്ടോ, പാലക്കാട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു. ഞാൻ പോയ പിന്നെ ഒരു വണ്ടി അവിടെ വന്നിട്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ അങ്ങനെ ഒരു ഉണ്ടാവും, അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു ഗൈസ്. പിന്നെ ഇങ്ങനെ വണ്ടി കയറിയിട്ടോ, ബസ് കിട്ടിയ കാര്യം ഒന്ന് പറയട്ടെ, എമ്മാതിരി വെയിലറിയോ. ഞാൻ ഏത് സൈഡായിട്ടുണ്ട് ആ സൈഡ് വെയിൽ. അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് നിന്ന് ബസ് കയറിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ലോങ് യാത്രയും കൊണ്ട് ഗൈസ് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഈ ബസ്സാണെങ്കിൽ ചാടി ചാടി എപ്പോൾ അവിടെ എത്താൻ അറിയില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അങ്ങനെ കിടന്നങ്ങോട്ട് ഉറങ്ങിയിട്ടോ. നല്ല വെയിലായിരുന്നു, അപ്പോൾ അതിൻ്റെ ക്ഷീണം ഒക്കെപ്പാടുണ്ട്. പിന്നെ കണ്ണുറന്ന് നോക്കിയപ്പോൾ ആക്ച്വലി ഇതേത്തെ സ്ഥലം എനിക്കറിയില്ല, എന്തായാലും എത്താനായിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം പ്രകൃതി രമണിയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഒലവക്കോട് എത്തിയിട്ടോ. ഒലവക്കോട് എത്തിയിട്ട് പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. വെറുതെ വീട്ടിൽ പോയില്ല, എന്തെങ്കിലുമൊക്കെ തിന്നാൻ വാങ്ങിച്ചിട്ട് കയറിയതാണ്. അവിടെ നിന്ന് 1-2 സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മലമ്പുഴയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ബസ്സുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ചെയ്യുന്നില്ല. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ബസ് കിട്ടും. അങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ ബസ് കിട്ടിയിട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, കയറി. അവിടെ ഇരുന്നപ്പോൾ ദിക്കും മേലെ അവിടെയും വെയിൽ. പിന്നെ അവിടെ 2 സൈഡും വെയിൽ. അങ്ങോട്ട് പിന്നെ പറയാം, ഞാൻ എത്ര നോക്കിയിട്ട് അറിയാം സീറ്റിലിരിക്കും, എന്നാലും അവിടെ വെയിലടിക്കും. എന്തൊരു കഷ്ടം അറിയോ. അവസാനം എനിക്ക് ദേഷ്യം വന്നു. പിന്നെ ഞാൻ സഹിച്ചിരുന്നു, ഇനി കുറച്ചുകൂടെ കൂടെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഗൈസ്, എപ്പോൾ പോയാലും വെയിലടിച്ചും കൊണ്ട്? ഇന്നലെയൊക്കെ എന്തോ മഴയായിരുന്നു, ഇന്നും നല്ല വെയിലായിരുന്നു. എനിവേ ഇതാണ് എൻ്റെ നാട് ഗൈസ്. കണ്ണൂർ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്, ജയിലൊക്കെ ഉണ്ട് അവിടെ ഞങ്ങളുടെ. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കില്ലേ, ITA ആണ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പാണ് എൻ്റെ സ്ഥലമൊക്കെ കണ്ട് പരിചയമുള്ളവരുണ്ടെന്ന് എനിക്ക് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഗൈസ്, ആകെപ്പാടെ പ്രാന്ത് നിന്നിട്ടോ, വെയിലടിച്ചിട്ടും ക്ഷീണമൊക്കെ പാടിയിട്ട് പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ വീട്ടിൽ പോയി. സോ ഗൈസ്, അത് നല്ല ക്ഷീണമുണ്ട്. എത്തിയപ്പോൾ തന്നെ കിടന്നുറങ്ങാനാണ് തോന്നിയിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.